ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് ലഡു ആണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നോക്കാം. ക്യാരറ്റ് ലഡു. അപ്പോൾ ക്യാരറ്റ് ലഡുവിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ദേ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണിലാണ്. പാൻ ചൂടാവുമ്പോൾ നമുക്കിതാ കുറച്ച് ഗീ ആഡ് ചെയ്യാം. നെയ്യ് ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന കറുത്ത ഉണക്കമുന്തിരി കേട്ടോ. കറുത്തതോ വെളുത്തതോ ഏതായെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. എനിക്കിപ്പോൾ കറുത്തതാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കാം. നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാം. അധികം നേരം ചൂടാക്കരുത്, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എടുക്കാനേ പാടുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൽ കിടന്നിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. പകർത്തി വയ്ക്കാം. അടുത്തായിട്ട് നമുക്കിനി ഒരു സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഇടത്തരം വലുപ്പമുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം കേട്ടോ. ക്യാരറ്റ് ഒരുവിധം കുക്കാവുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം നന്നായിട്ട്. ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒരുവിധം ആയിട്ടുണ്ട്. ഒന്ന് നല്ലൊരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളിതാ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്. കപ്പലണ്ടി ചേർക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്കിതാ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ, കാടമം പൗഡർ ഏലക്കായ ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിക്കാറ്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിക്കുക നന്നായിട്ട്. അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം അല്ലെങ്കിൽ സിമ്മിലിടുക. ഒരിക്കലും ഫുള്ളിലിടരുത് കേട്ടോ. ഫുള്ളിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് നേരം ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 1-2 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ, പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കുക്ക് ചെയ്ത് കഴിയണ വരയ്ക്കും നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഫുള്ളിലിടാൻ പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1-2 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനം നമ്മളിതാ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളത് ഉരുളകളാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഉരുളകളാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുളകളാക്കാം. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല കുറച്ച് ഹെൽത്തിയാണ്. ക്യാരറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.